ഇന്ന് നമ്മൾ പത്തിരിയുടെയൊക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ട വെച്ചിട്ടുള്ള കറിയാണ് റെഡിയാക്കുന്നത്. അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കുക. അതിലേക്കൊരു 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആദ്യം ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്കൊരു മീഡിയം സൈസുള്ള സവാള ചെറുതായി നീളത്തിൽ മുറിച്ചെടുത്തുകൂടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അത്യാവശ്യം ചെറുതായിട്ടൊന്ന് കളർ മാറി വരട്ടെ. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടെ 1 ടീസ്പൂൺ മതി കേട്ടോ, കൂടുതൽ വേണ്ട. കാരണം ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ടേസ്റ്റ് കൂടുതൽ മുട്ടക്കറിയിലാവുന്ന സമയത്ത് നല്ലൊരു രുചിയായിരിക്കില്ല. അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ട് ഒരു 2-3 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുക. ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി നല്ലൊരു ഗോൾഡൻ കളറായി വന്നോട്ടെ. ഇപ്പോൾ ഉള്ളി അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരുപാട് മസാലപ്പൊടികളൊന്നും നമ്മൾ ഈ ഒരു കറിയിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. എരിവ് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ കൂടെ ചേർക്കുക. പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ കുറച്ച് തന്നെ മതിയാകും. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 നുള്ളു ഗരം മസാല കൂടെ ചേർക്കുന്നുണ്ട്. ഗരം മസാലയും ഇത് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കൂടുതലൊന്നും വേണ്ട, ലൈറ്റ് ഒരു ഫ്ലേവർ മാത്രം മതി. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക, പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ. ഇതിലേക്ക് ഇനി 1 കപ്പ് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. തേങ്ങാപ്പാൽ എന്ന് പറയുമ്പോൾ തേങ്ങയുടെ 2ാം പാലാണ് കേട്ടോ ചേർക്കുന്നത്. 1ാം പാൽ ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് നമ്മൾ എടുത്ത് മാറ്റി വെക്കണം ആദ്യം. അതിൻ്റെ 2ാം പാൽ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി 1/2 കപ്പ് വെള്ളത്തിന് പകരം മുഴുവൻ തേങ്ങാപ്പാൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുഴുവൻ തേങ്ങാപ്പാൽ ചേർത്താലും മതിയാവും. ഇത് തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വരണം. തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് കറി അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ പീസ് തക്കാളി ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കുക. ഒരു മുഴുവൻ തക്കാളി ഒന്നും വേണ്ടി വരില്ല, ഒരുപാട് വേണ്ട, വളരെ കുറച്ച് മാത്രം മതി. അതുപോലെ തന്നെ തക്കാളി ഒരുപാട് വെന്തൊടേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ചേർത്താൽ മതി. തക്കാളി കൂടെ ചേർത്ത് ഗ്രേവി ഒന്നങ്ങ് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 3 മുട്ടയാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. 3 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. ഒരുപാട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ അങ്ങ് പൊട്ടിച്ചൊഴിച്ചാൽ മതി കേട്ടോ. ഒരു 3 മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മളൊരു 3 മുട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള കറക്റ്റ് ഗ്രേവിയാണ് റെഡിയാക്കുന്നത്. നിങ്ങളിനി മുട്ടയുടെ അളവ് കൂട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രേവിൻ്റെ അളവും കൂട്ടണം കേട്ടോ. കാരണം മുട്ട കറിയിലേക്ക് ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കറി തിക്കാവും. അപ്പോൾ ഒരുപാട് തിക്കായിട്ടുള്ളൊരു കറിയല്ല നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. മുട്ട ചേർത്തതിന് ശേഷം ഒരുപാട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അതിൻ്റെ വൈറ്റ് ഭാഗം മാത്രം വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് മിക്സ് ചെയ്യാത്തതായിരിക്കും നല്ലത്. ഇനി ഈ കറി ഒന്നങ്ങ് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വെച്ച് കൊടുക്കുക. മുട്ട ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളും. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു 1/2 കപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ലാസ്റ്റ് തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം തിളയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്നങ്ങ് ചൂടായി വന്നാൽ മതി കേട്ടോ. അത് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മല്ലിയില ഈ ഒരു മുട്ടക്കറിയിൽ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റും ഫ്ലേവറൊക്കെ ആയിരിക്കും. മല്ലിയില കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു 5-10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അത് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം. ഈ കറി നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ഇപ്പോൾ കറിയുടെ മുകൾ ഭാഗത്തായിട്ട് ഒരു ഇത്തിരി റെഡ് കളർ കാണുന്നുണ്ടല്ലോ, അതെന്താണെന്ന് വെച്ചാൽ ഒരു കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിൽ ഒരു ഇത്തിരി മുളക് പൊടി ഇട്ടിട്ട് ഒന്നങ്ങ് വറവിട്ട് ഒഴിച്ചതാണ്. കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഒരു മുളക് പൊടി വെളിച്ചെണ്ണയിൽ വരുമ്പോൾ കറിക്ക് പ്രത്യേക ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ആ ഒരു സ്റ്റേജ് ഒഴിവാക്കാം കേട്ടോ. ശരിക്കും നൈസ് പത്തിരിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷൻ കറി തന്നെയായിരിക്കും ഇത്. ഇപ്പോൾ നമ്മൾ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ കൂടുതൽ നൈസ് പത്തിരി ആയിരിക്കും. അപ്പോൾ കൂടുതലായിട്ട് ചിക്കൻ മട്ടനൊക്കെ ആയിരിക്കും കറി ഉണ്ടാവുക. അങ്ങനെ ചിക്കനൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്